السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫ് ആരംഭിക്കുന്നു. 206 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സൂറ മക്കയിലാണ് അവതരിച്ചത്. സ്വർഗ നരകങ്ങൾക്കിടയിൽ നിർണയിക്കപ്പെട്ട അതിർത്തി പ്രദേശമാണ് അഅറാഫ്. 46-48 സൂക്തങ്ങളിൽ ആ പദം വരുന്നുണ്ട്. ആ അതിർത്തിയിൽ നിലകൊള്ളുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിനാലാണ് അധ്യായത്തിന് ഈ നാമം ലഭിച്ചത്. വിശുദ്ധ ഖുർആൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്തുലമായ അമാനുഷിക ദൃഷ്ടാന്തമാണെന്ന് അനുസ്മരിച്ചുകൊണ്ട് സൂറ ആരംഭിക്കുന്നു. മനുഷ്യരാശിക്ക് ലഭിച്ച വിലമതിക്കാനാവാത്ത അനുഗ്രഹം കൂടിയാണ് വിശുദ്ധ ഖുർആൻ. സ്വർഗലോകത്ത് വസിക്കുകയായിരുന്ന മാനവരാശിയുടെ പിതാവ് ആദം അലൈഹിസ്സലാം അവിടെ നിന്നും ബഹിഷ്കൃതനാകുന്നത് പിശാച് വിരിച്ച കെണിയിൽ അകപ്പെട്ടതിനാലാണ്. ആദം നബി അലൈഹിസ്സലാം എന്ന ആദ്യ പിതാവിൽ നിന്നാണ് മനുഷ്യരാശി ആരംഭിക്കുകയും പരന്ന് വ്യാപിക്കുകയും ചെയ്തത്. മലക്കുകളെ കൊണ്ട് സാഷ്ടാംഗം ചെയ്യിക്കുക വഴി ഈ പിതാവിന്റെ ബഹുമതി അള്ളാഹു ഉയർത്തി. പിശാചിന്റെ കുതന്ത്രത്തിൽ അകപ്പെട്ടുപോയ ആദ്യ പിതാവിനുണ്ടായ അനുഭവം മനുഷ്യ സമൂഹം മുഴുവൻ എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും കരുതിയിരിക്കുകയും വേണം. യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ എന്ന അള്ളാഹുവിന്റെ അഭിസംബോധനയിൽ സൃഷ്ടാവിന്റെ കാരുണ്യം നിഴലിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാം. സ്വർഗവാസികൾ, അഅറാഫുകാർ, നരകവാസികൾ, ഈ 3 വിഭാഗങ്ങളും നടത്തുന്ന ചില സംസാരങ്ങളും ചർച്ചകളും ഈ അധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. മുൻകാല പ്രവാചകന്മാരുടെ ചില ചരിത്രങ്ങളും ചരിത്ര സംഭവങ്ങളും ഈ അധ്യായത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടി അള്ളാഹുവിന്റെ ഏകത്വം, ശക്തമായ തൗഹീദിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സൂറത്തുൽ അഅറാഫ് ആരംഭിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം സ്വാദ്. കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സദ്രിക ഹറജും മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാ ലിൽമുഅ്മിനീൻ. നബിയെ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട ദിവ്യ ഗ്രന്ഥമത്രേ ഇത്. അതിനെ സംബന്ധിച്ച് താങ്കളുടെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടായിരിക്കരുത്. അത് മുഖേന താങ്കൾ താക്കീത് നൽകുവാൻ വേണ്ടിയും സത്യവിശ്വാസികൾക്ക് ഉത്ബോധനം നൽകുവാൻ വേണ്ടിയുമാണ് ഇത് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ളത്. ഇത്തബിഉ മാ ഉൻസില ഇലൈകും മിർ റബ്ബികും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലം മാ തദക്കറൂൻ. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക. അവന് പുറമെ മറ്റു രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത്. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങളെ ധിക്കരിച്ച പൂർവ സമുദായങ്ങൾക്കുണ്ടായ ദുരന്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു തുടർന്നു വരുന്ന വചനങ്ങളിൽ. അവർ ഭൗതിക സുഖങ്ങളിലായിരിക്കുമ്പോഴോ മധ്യാഹ്ന വിശ്രമവേളകളിലോ ആയിരുന്നു അതവർക്ക് വന്നെത്തിയത്. ശിക്ഷ വന്നു ഭവിച്ചപ്പോൾ തങ്ങൾ കുറ്റവാളികളും അക്രമികളുമായിപ്പോയി എന്ന് വിലപിക്കുക മാത്രമാണ് അവർ ചെയ്തത്. വകം മിൻ ഖറിയത്തിൻ അഹ്ലഖ്നാഹാ ഫജാഅഹാ ബഅസുനാ ബയാതൻ ഔ ഹും ഖായിലൂൻ. എത്രയോ നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിലോ അവർ ഉച്ചയുറക്കത്തിലായിരിക്കുമ്പോഴോ നമ്മുടെ ശിക്ഷ അവർക്ക് വന്നു ഭവിച്ചു.
فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين. അവർക്ക് നമ്മുടെ ശിക്ഷ വന്നു ഭവിച്ചപ്പോൾ ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്ന് പറയുക മാത്രമായിരുന്നു അവരുടെ മുറവിളി. فلنسألن الذين أرسل إليهم ولنسألن المرسلين. എന്നാൽ നമ്മുടെ ദൂതന്മാർ ആർക്കിടയിലേക്ക് അയക്കപ്പെട്ടുവോ അവരെ തീർച്ചയായും നാം ചോദ്യം ചെയ്യും. അയക്കപ്പെട്ട ദൂതന്മാരെയും തീർച്ചയായും നാം ചോദ്യം ചെയ്യും. فلنقصن عليهم بعلم وما كنا غائبين. എന്നിട്ട് ശരിയായ അറിവോടുകൂടി നാം അവർക്ക് കാര്യം വിവരിച്ചു കൊടുക്കുന്നതാണ്. ഒരിക്കലും നമ്മുടെ അസാന്നിധ്യം ഉണ്ടായിട്ടില്ല. പരലോകത്ത് ഓരോ സമൂഹവും ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിൽ നിന്നുള്ള സത്യസന്ദേശവുമായി ദൂതന്മാർ തങ്ങളിലേക്ക് വന്നിരുന്നുവോ എന്നും ആ സന്ദേശങ്ങളോട് അവർ സ്വീകരിച്ച നിലപാട്, അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നും ചോദ്യം ചെയ്യപ്പെടും. അപ്രകാരം തന്നെ ഓരോ പ്രവാചകന്മാരും ചോദ്യം ചെയ്യപ്പെടും, തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എത്രമേൽ കൃത്യമായി നിർവഹിച്ചു എന്ന്. ഓരോരുത്തരുടെയും ശരിയായ വിവരങ്ങൾ അള്ളാഹുവിന്റെ പക്കലുണ്ട്. അതവർക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു സർവരെയും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരെയും അള്ളാഹു സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് സാരം. വൽവസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അന്നത്തെ ദിവസം കർമ്മങ്ങൾ തൂക്കി കണക്കാക്കുന്നത് സത്യമായിരിക്കും. അപ്പോൾ ആരുടെ തുലാസുകൾ നന്മ കൊണ്ട് ഖനം തൂങ്ങിയോ അവരാണ് വിജയികൾ. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. ആരുടെ തുലാസുകൾ ഖനം കുറഞ്ഞുവോ അവരാണ് ആത്മനഷ്ടം നേരിട്ടവർ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ അവർ അന്യായം കൈക്കൊണ്ടിരുന്നതിന്റെ ഫലമത്രേ അത്. അതിസൂക്ഷ്മമായ നീതിപാലനത്തിനാണ് പരലോകത്ത് തുലാസ് സ്ഥാപിക്കപ്പെടുക. ഓരോരുത്തരുടെയും നന്മ തിന്മകളുടെ തോതനുസരിച്ചാണ് രക്ഷാശിക്ഷകൾ നിർണയിക്കപ്പെടുക. നന്മ കൊണ്ട് ഖനം തൂങ്ങുന്നവരാരോ അവരാണ് വിജയികൾ. ആരുടെ തുലാസുകൾക്ക് ഖനം കുറഞ്ഞുവോ അവർ തന്നെ പരാജിതർ. അവർ സ്വയം തന്നെ നഷ്ടക്കാരിൽ പെടുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോട് അവർ അനീതി പ്രവർത്തിച്ചു. വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലകും ഫീഹാ മആയിഷ് ഖലീലം മാ തഷ്കുറൂൻ. നിങ്ങൾക്ക് നാം ഭൂമിയിൽ സ്വാധീനം നൽകുകയും നിങ്ങൾക്കവിടെ നാം ജീവിതമാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. വാസയോഗ്യമായ നിലയിൽ ഭൂമിയെ മനുഷ്യന് അധീനപ്പെടുത്തുകയും അതിൽ സ്വാധീനം നൽകുകയും മാത്രമല്ല, മനുഷ്യന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചു. അവകൾ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും നമുക്കാവില്ല. ജീവസന്ധാരണ മാർഗങ്ങളെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്ന അള്ളാഹുവോട് വളരെ കുറച്ച് മാത്രമേ മനുഷ്യൻ നന്ദി ചെയ്യുന്നുള്ളൂ എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും സുമ്മ ഖുൽനാ ലിൽമലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ ലം യകുൻ മിനസ്സാജിദീൻ. തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. പിന്നീട് നാം മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിനെ പ്രണമിക്കുക. അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ.
അവൻ പ്രണമിച്ചവരുടെ കൂട്ടത്തിലായില്ല. ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. അല്ലാഹു പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്കെന്ത് തടസ്സമായിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ആദമിനേക്കാൾ ഉത്തമനാകുന്നു. എന്നെ നീ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അവനെ നീ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നും. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭം. ആദ്യ പിതാവായ ആദം നബിയെ അള്ളാഹു സൃഷ്ടിച്ചു. പരിശുദ്ധാത്മാക്കളായ മലക്കുകളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാമയ്ക്ക് ആദരസൂചകമായി സാഷ്ടാംഗം ചെയ്യിച്ചു. ഇത് ആദം നബി അലൈഹിസ്സലാമയ്ക്ക് ശേഷം വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ആദരവ് കൂടിയാണ്. ആദമിന് സുജൂദ് ചെയ്യണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന ധിക്കാരപൂർവം ലംഘിക്കുകയും നിരസിക്കുകയും ചെയ്തു ഇബ്ലീസ്. തീയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട താൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ തലകുനിക്കില്ല എന്ന നിഷേധത്തിന്റെയും അഹങ്കാരത്തിന്റെയും നിലപാടായിരുന്നു ഇബ്ലീസിന്. ശരീരത്തിന്റെ തൊലി വെളുത്തതിനാൽ കറുത്തവനേക്കാൾ തനിക്ക് മഹത്വമുണ്ട് എന്ന് കരുതും പോലെ അള്ളാഹുവിന്റെ അപ്രീതിക്കും കോപത്തിനും പാത്രമായ ഇബ്ലീസ് നിന്ദനായി അവിടെ നിന്നും പുറന്തള്ളപ്പെടുകയാണ്. തുടർന്ന് കേൾക്കുക. قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين. അള്ളാഹു പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഇവിടെ നിനക്ക് അഹങ്കാരം കാണിക്കാൻ പറ്റുകയില്ല. പുറത്തു കടക്കൂ, തീർച്ചയായും നീ നിന്ദ്യരുടെ കൂട്ടത്തിലാകുന്നു. قال أنظرني إلى يوم يبعثون. അവൻ പറഞ്ഞു, മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി നൽകണമേ. قال إنك من المنظرين. അള്ളാഹു പറഞ്ഞു, തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. അങ്ങനെ അള്ളാഹു തന്നെ നിന്ദനാക്കി പുറന്തള്ളി എന്ന് ബോധ്യം വന്ന സന്ദർഭത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും തനിക്ക് അവധി നീട്ടിത്തരണം എന്ന് ഇബ്ലീസ് അള്ളാഹുവോട് അപേക്ഷിക്കുന്നു. മരണത്തിൽ നിന്നും രക്ഷപ്പെടലായിരുന്നു ഉദ്ദേശം. അള്ളാഹു ഇബ്ലീസിന് അവധി നൽകുന്നു. ഇത് അന്ത്യനാളിനായി സൂർ അഥവാ കാഹളം ഊതപ്പെടുന്നത് വരെയാണെന്ന് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഖുർത്തുബി 7:147. ശരിയായ പാതയിൽ നിന്ന്, നേർമാർഗത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതിനും ദുർമാർഗങ്ങളിലേക്ക് പ്രേരിപ്പിക്കുവാനുമായി സദാ ജാഗരൂകനായി കാത്തിരിക്കുന്ന ഒരു കഠിന ശത്രു മനുഷ്യന് ഉണ്ടെന്നും അത് പിശാചാണെന്നും സദാ അവനെ കരുതിയിരിക്കണമെന്നും മനുഷ്യ സമൂഹത്തെ അള്ളാഹു പഠിപ്പിക്കുന്നു, ഉണർത്തുന്നു. قال فبما أغويتني لأقعدن لهم صراطك المستقيم. ഇബ്ലീസ് പറഞ്ഞു, എന്നെ നീ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും ഇടതുഭാഗങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല. قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين. അള്ളാഹു പറഞ്ഞു, നിന്ദ്യനും തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തു കടക്കൂ. അവരിൽ നിന്ന് വല്ലവരും നിന്നെ പിൻപറ്റുന്ന പക്ഷം നിങ്ങളെ എല്ലാവരെയും കൊണ്ട് നരകം ഞാൻ നിറയ്ക്കുക തന്നെ ചെയ്യും. ഇമാം സമഖ്ശരി എഴുതുന്നു, ഇബ്ലീസ് അഹങ്കാരം പ്രകടിപ്പിച്ചപ്പോൾ
അള്ളാഹു അവനെ നിന്ദ്യനും നിസാരനുമാക്കി. അള്ളാഹുവിനു വേണ്ടി വിനയാന്വിതനായവനെ അള്ളാഹു ഉയർത്തും. അള്ളാഹുവോട് ആർ ധിക്കാരം പ്രവർത്തിച്ചുവോ അവനെ അള്ളാഹു നിസാരനാക്കും. കശാഫ് 2:90 വിവരിക്കുന്നു. മനുഷ്യനെ ശരിയായ മാർഗത്തിൽ നിന്ന് അകറ്റുവാൻ നാനാമാർഗങ്ങളിലൂടെയും പിശാച് ശ്രമിക്കുമെന്നാണ് 17-ാം വാക്യം പഠിപ്പിക്കുന്നത്. കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും ഇബ്ലീസിന്റെ വാക്കുകളിൽ വരുന്നില്ല. നീ എന്നെ വഴിതെറ്റിച്ചു എന്നാണ് ഇബ്ലീസ് പറയുന്നത്. പിശാചിന്റെ പാത പിന്തുടരുന്നവർക്ക് വരാനിരിക്കുന്ന മഹാദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് 18-ാം വാക്യത്തിൽ അള്ളാഹു നൽകുന്നത്. വയാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്നത ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി الشجرة ഫതകൂനാ മിനൽ ളാലിമീൻ. ആദമേ, നീയും നിന്റെ ഇണയും കൂടി ഈ തോട്ടത്തിൽ താമസിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്തു നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അക്രമികളിൽപ്പെട്ടവരായിരിക്കും എന്നും അള്ളാഹു പറഞ്ഞു. മറ്റാർക്കും നൽകാത്ത ബഹുമാന ആദരവുകൾ ആദം അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു നൽകി. ജീവിതം കൂടുതൽ സന്തോഷകരമാക്കുന്നതിനായി ഒരു ഇണയെയും സൃഷ്ടിച്ചു നൽകി. സർവ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സ്വർഗത്തിൽ അവരെ അധിവസിപ്പിച്ചു. യഥേഷ്ടം ഭക്ഷിക്കുവാനും മറ്റും അനുവാദവും നൽകി. എന്നാൽ ഒരു വൃക്ഷത്തെ മാത്രം അവരിൽ നിന്നും വിലക്കി. അത് കർശനമായ വിലക്കായിരുന്നു. ഒരു തരത്തിലും അത് ലംഘിക്കരുതെന്ന മുന്നറിയിപ്പും നൽകി. അങ്ങനെ അവർ ഇരുവരും സുഖസമൃദ്ധിയിൽ സ്വർഗത്തിൽ ജീവിതം ആരംഭിച്ചു. സൂറത്തുൽ അറാഫ് 1 മുതൽ 19 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 20 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.